കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ ഹൈക്കോടതിയോട് മാപ്പിരുന്ന് വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്. CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്ന ഉത്തരവ് പാലിക്കാത്തതിലാണ് മാപ്പ് പറഞ്ഞത്. 500 കോടതിയുടെ കശുവണ്ടി അഴിമതി കേസിലാണ് സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രേഷ്മ, ഈ വിഷയം പരിഗണിക്കുന്ന വേളയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? കോടതിയിൽ നടന്ന നടപടിക്രമങ്ങൾ എന്താണ്? ഗൗതം, കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പലതവണ ഹൈക്കോടതി പറഞ്ഞതാണ് CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന്. പക്ഷേ അതൊന്നും തന്നെ മുഹമ്മദ് ഹനീഷ് സ്വീകരിച്ചിരുന്നില്ല. അന്ന് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു മുഹമ്മദ് ഹനീഷ്. ഇപ്പോൾ ഈ വകുപ്പ് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം മുഹമ്മദ് ഹനീഷ് അറിയിച്ചു. പക്ഷേ ഈ ഉത്തരവ് നടപ്പിലാക്കുക, അതായത് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്ത പക്ഷം കോടതിയലക്ഷ്യ നടപടികൾ ഹനീഷിനെതിരെ സ്വീകരിച്ചിരുന്നു. പക്ഷേ അതിനിടയിൽ തന്നെ കോടതി നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും ഹാജരായിരുന്നില്ല. ഇന്ന് അടിയന്തരമായിട്ട് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ വാറണ്ട് പുറപ്പെടുവിക്കാനായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്ന് കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 10:15 മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി. ആ സമയത്താണ് നിരുപാധികം മാപ്പ് അപേക്ഷിക്കുന്നതായിട്ട് മുഹമ്മദ് ഹനീഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതിൽ തന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ ഉത്തരവ് ഹൈക്കോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കുന്നതിൽ ചില പാളിച്ചകൾ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ നിരുപാധികം താൻ മാപ്പ് അപേക്ഷിക്കുന്നതായിട്ടാണ് മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയോട് പറഞ്ഞത്. രേഖാമൂലം തന്നെയാണ് ഈ മാപ്പപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ മാപ്പപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും. അതിനുശേഷമായിരിക്കും ഈ കോടതിയലക്ഷ്യ നടപടികളിൽ എന്ത് തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഒരു നിർണായകമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുക. ഹൈക്കോടതി അതിനിടയിൽ ഹനീഷിനെ കണ്ട വേളയിൽ തന്നെ ചില പരിഹാസ രൂപേണയുള്ള നിരീക്ഷണങ്ങളും പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ ഹൈക്കോടതിയുടെ ഉത്തരവുകളൊന്നും വായിച്ചാൽ താങ്കൾക്ക് മനസ്സിലാകില്ലേ എന്നുള്ളതായിരുന്നു ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ബെഞ്ച് മുഹമ്മദ് ഹനീഷിനോട് ചോദിച്ചത്. നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് ഹൈക്കോടതിയുടെ ഓരോ ഉത്തരവുകളും നിർദ്ദേശങ്ങളും മുഹമ്മദ് ഹനീഷ് അവഗണിച്ചു. എന്തായാലും ഇക്കാര്യത്തിൽ മുഹമ്മദ് ഹനീഷ് മാപ്പപേക്ഷിച്ച സാഹചര്യത്തിൽ ആ സത്യവാങ്മൂലം ഹൈക്കോടതി വിശദമായിട്ട് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എന്ത് വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി കടക്കുക. നിലവിൽ പുതിയ സെക്രട്ടറിയാണ് ചുമതലയേറ്റിരിക്കുന്നതെന്നാണ് മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആ പുതിയ സെക്രട്ടറിയെ കക്ഷി ചേർത്തുകൊണ്ട് ഹൈക്കോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്ന കാര്യത്തിൽ ഉത്തരവ് ജൂലൈ 9 മുൻപ് തന്നെ ഇറക്കണമെന്നുള്ള കാര്യം. എന്തായാലും ജൂലൈ 9 മുന്നേ സർക്കാർ, അതായത് ബന്ധപ്പെട്ട വകുപ്പ് അധികാരി ഈ CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കണം. അക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുകയും വേണം. അതിന്റെ രേഖകൾ ഉൾപ്പെടെയായിരിക്കണം ഹാജരാക്കേണ്ടത്. ഇതിനാസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് 2006-2015 കാലഘട്ടത്തിൽ വിദേശത്തു നിന്നും അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ കശുവണ്ടി വികസന കോർപ്പറേഷന് ഏകദേശം 500 കോടി രൂപയുടെ ഒരു നഷ്ടം സംഭവിച്ചു. അത് ക്രമക്കേടാണെന്നായിരുന്നു CBIയുടെ കണ്ടെത്തൽ. അന്നത്തെ ചെയർമാനായിരുന്ന INTUC നേതാവായിട്ടുള്ള R. ചന്ദ്രശേഖരൻ, അതോടൊപ്പം തന്നെ KA. രതീഷ്, ഇരുവരുമായിരുന്നു പ്രതികൾ. ഈ 2 പേരെയും പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് 3 തവണയാണ് CBI സർക്കാരിന് മുന്നിൽ അപേക്ഷ വെച്ചത്. പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകൾ ചന്ദ്രശേഖരനെതിരെയും രതീഷിനെതിരെയും ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി ആ 3 തവണയും അപേക്ഷ തള്ളുകയായിരുന്നു. അതിൽ ഹൈക്കോടതി പോലും പറഞ്ഞു പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്ന്. പക്ഷെ അതും സംസ്ഥാന സർക്കാർ അവഗണിക്കുകയായിരുന്നു. ഇക്കാര്യത്തിലാണ് ഹൈക്കോടതി കൃത്യമായിട്ടുള്ള നിർദ്ദേശവും കർക്കശമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയത്. എന്തായാലും മുഹമ്മദ് ഹനീഷിന്റെ നിരുപാധികം മാപ്പപേക്ഷ ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷം വിശദമായി തന്നെ പരിശോധിക്കും. ഗൗതം. ഓക്കെ, രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.